IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ. ഗാബ ടെസ്റ്റിൽ ഓസ്ട്രേലിയ അട്ടിമറിച്ച് ചരിത്ര വിജയം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിനെ 89 റൺസുമായി പുറത്താകാതെ നിന്ന് ഒറ്റയ്ക്ക് തോളിലേറ്റിയത് പന്തായിരുന്നു. ലോങ് ഫോർമാറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും പന്തിന്റെ ലിമിറ്റഡ് ഓവർ കരിയർ അത്ര മെച്ചമായിരുന്നില്ല. പ്രത്യേകിച്ച് T20 സ്റ്റാറ്റസ് ശരാശരിക്കും താഴെയായിരുന്നു. 66 T20 ഇന്നിങ്സിൽ വെറും 3 അർദ്ധ സെഞ്ചുറികൾ, ആവറേജ് 23-നും താഴെ. മറ്റേത് കളിക്കാരനും ഈ സ്റ്റാറ്റസിൽ ടീമിന് വെളിയിലായിട്ടുണ്ടാവും. പക്ഷേ പന്തിനെ സെലക്ടർമാർ അങ്ങനെ കളയാനൊരുക്കമല്ല. മറ്റു പല കളിക്കാരെക്കാളും വലിയ പരിഗണന ഇന്ത്യൻ ടീമിൽ ലഭിച്ച ആളാണ് പന്ത്. KL രാഹുലും സഞ്ജു സാംസണും ഒക്കെ മികച്ച ബാറ്റിംഗ് ഫോമിലായിരുന്നപ്പോഴും ഇന്ത്യയുടെ T20 സെറ്റപ്പിൽ പന്ത് തന്നെയായിരുന്നു ഒന്നാം വിക്കറ്റ് കീപ്പർ. കരിയർ ഒരു തരത്തിലും ആരിൽ നിന്നും ഭീഷണി നേരിടാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവൻ പോലും നഷ്ടമായേക്കാവുന്ന ഒരു വാഹനാപകടം അയാൾക്ക് സംഭവിക്കുന്നത്. മാസങ്ങളോളം ആശുപത്രിയിൽ കഴിഞ്ഞ പന്ത് പക്ഷേ ശക്തമായി തന്നെ തിരിച്ചെത്തി. 2024 T20 വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമായി. ടൂർണമെന്റിൽ എടുത്തു പറയാവുന്ന പ്രകടനങ്ങളൊന്നും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിലും അയാൾ ആദ്യ 11-ലെ സ്ഥിരം സാന്നിധ്യമായി. ഫോമിലായിരുന്നിട്ടും സഞ്ജു സാംസൺ എല്ലാ കളികളിലും ബെഞ്ചിലിരുന്നു. ഇന്ത്യൻ ടീം ഒരേ സീസണിൽ 2 ടീമുകളെ വ്യത്യസ്ത ഫോർമാറ്റിൽ പരീക്ഷിക്കാൻ തുടങ്ങിയ 2024 മുതലാണ് സഞ്ജുവിന് സ്ഥിരമായി മത്സരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത്. അത് അയാൾ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. 3 സെഞ്ചുറികളാണ് T20 ഇന്റർനാഷണലിൽ അയാൾ അടിച്ചെടുത്തത്. 66 ഇന്നിങ്സ് കളിച്ചിട്ടും പന്തിന് സാധിക്കാതെ പോയതും അതാണ്. ഈ സീസൺ IPL-ൽ അയാൾ താരപരിവേഷത്തോടെയാണ് LSG-യിലെത്തിയത്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുക, LSG-യുടെ ക്യാപ്റ്റൻസി, ഭാവി സൂപ്പർ താരത്തിൽ നിന്ന് ടീം മാനേജ്മെന്റ് ഏറെ പ്രതീക്ഷിച്ചു. എന്നാൽ പന്ത് മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആയിരിക്കും ഇത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അയാൾ സമ്പൂർണ്ണ പരാജയമായിരുന്നു. 12 കളികളിൽ 135 റൺസാണ് ആകെ സമ്പാദ്യം. ശരാശരി വെറും 12 റൺസ്. 12 കളികളിൽ ആകെ നേടിയത് 12 ബൗണ്ടറികൾ മാത്രം. പൊരുതി നേടിയ ജീവിതവും കഠിനാധ്വാനവും കൊണ്ടുള്ള തിരിച്ചുവരവും എല്ലാം കണ്ട ആരാധകർ പന്തിന്റെ തിരിച്ചുവരവും ആഗ്രഹിക്കുന്നുണ്ട്. സഞ്ജുവും പന്തും രാഹുലും വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് ആണെങ്കിലും വ്യത്യസ്ത പൊസിഷനുകളിൽ കളിപ്പിക്കാൻ കഴിയുന്ന കീ പ്ലെയേഴ്സാണ്. രോഹിത്തും കോഹ്ലിയും വിരമിച്ച ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ ശക്തമായ സാന്നിധ്യമായി മാറാനുള്ള ഇവരുടെ പോരാട്ടത്തിനാകും ക്രിക്കറ്റ് ലോകം ഇനി സാക്ഷ്യം വഹിക്കുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.